നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഈ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നത്? ഒരു ദിവസം അവൾ മെസ്സേജ് അയച്ചില്ല എന്നും പറഞ്ഞ് ആകാശം ഒടിഞ്ഞു വീഴുമോ? അതല്ലടാ, ഇന്നലെ രാത്രി വരെ നല്ല സ്നേഹത്തിൽ എൻ്റെ അടുത്ത് സംസാരിച്ചതാണ്. പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് വേറെന്തൊരു സ്വഭാവം പോലെ. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത മട്ടിലാണ് അവളുടെ സംസാരം. എനിക്കാണെങ്കിൽ ഇവളുടെ ഈ മൂഡ് ചേഞ്ചിനെ കുറിച്ച് മനസ്സിലാവുന്നുമില്ല. എടാ, ഇതിപ്പോൾ എത്രാമത്തെ തവണയായി? ഒരു ദിവസം നീ ലോകത്തിലെ ഏറ്റവും നല്ലത്, അടുത്ത ദിവസം ആകുമ്പോൾ ഒന്നിനും കൊള്ളരുതാത്ത. എന്തോന്നോടെ ഇതൊക്കെ? എടാ, ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാലേ മുകളിലിരിക്കുന്നവനെ താങ്ങി താഴെ ഒരുത്തൻ ഇരിക്കുന്ന ഒരു ഏർപ്പാടല്ല. അതിലൊരു ഇക്വാലിറ്റി ഒക്കെ വേണ്ടേ? അത് ഞാൻ എല്ലാ തരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ വല്ലപ്പോഴെങ്കിലും ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്റ്റോടെ നോക്കണ്ടേ? അവൾക്ക് അവളുടെ കരിയർ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയല്ലേ എനിക്കും. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്താലും കുറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അത് കറക്റ്റ്. അവിടെയാണ് പ്രശ്നം. നീ അവളുടെ കാര്യങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ അവൾ നിൻ്റെ കാര്യങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ ദർ ഈസ് നോ ലവ്. അങ്ങനെ നിയന്ത്രണങ്ങൾ വരുന്നിടത്താണ് ഈഗോയും പവർ ഗെയിമും ഒക്കെ വർക്കാവുന്നത്. മനസ്സിലായ? നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇത്രയും നാളെൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ, നീ പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുമോ? ശരിക്കും നിൻ്റെ ഈ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴേ ഇത് നിൻ്റെ ആത്മവിശ്വാസം മൊത്തത്തിൽ തകർക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സൈക്കോളജിയിൽ ഇതിനെ ട്രോമ ബോണ്ടിങ് എന്ന് പറയും. എടാ, അവൾക്ക് എന്നെക്കാളും നല്ലൊരു കരിയർ ഉള്ളതുകൊണ്ടാണോ ഞാൻ അവളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് പല തവണ തോന്നിയിട്ടുണ്ട്. നീ ആ പറഞ്ഞത് കറക്റ്റ്. അവൾക്ക് നിന്നേക്കാളും നല്ല പഠിപ്പുമുണ്ട്, പൈസയുണ്ട്, ഫാമിലിയും വെൽ സെറ്റിൽഡാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായമൊന്നും തുറന്നു പറയാൻ പറ്റില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പൊക്കെ ഭയങ്കര ബാധ്യതയാവൂടാ. അല്ല, നീ ഇപ്പോൾ എവിടെ പോകുന്നത്? എൻ്റെ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ എവിടെ പോകുന്നു എന്നാണ് നിനക്ക് തോന്നുന്നത്? കടയിൽ പോകുന്നതായിരിക്കും. അതെ.